കേരളത്തിൻ്റെ അഭിമാന പദ്ധതികളിലൊന്നായ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരിലുള്ള തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് ഇന്ന് നാം വന്നിരിക്കുന്നത്. ഇതൊരു സാധാരണ മൃഗശാലയല്ല. വന്യജീവികൾക്ക് അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് സമാനമായ അന്തരീക്ഷം ഒരുക്കിക്കൊണ്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആധുനിക സുവോളജിക്കൽ പാർക്കാണിത്. പാർക്കിൻ്റെ പ്രവേശന കവാടം കടക്കുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് വിശാലമായ പച്ചപ്പും പ്രകൃതിയുടെ ശാന്തതയുമാണ്. ഒട്ടേറെ വലിയ മുതലകൾ ഈ കുളത്തിലുണ്ട്. നഗരജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലോകത്തേക്കാണ് ഇവിടെ എത്തുമ്പോൾ പ്രവേശിക്കുന്നത്. 338 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാലകളിൽ ഒന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂ എന്ന വിശേഷണവും ഈ പാർക്കിന് സ്വന്തം. പഴയ തൃശ്ശൂർ മൃഗശാലയിലെ പരിമിതമായ ഇടങ്ങളിൽ നിന്ന് മൃഗങ്ങളെ കൂടുതൽ വിശാലവും പ്രകൃതി സൗഹൃദവുമായ അന്തരീക്ഷത്തിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. വർഷങ്ങളുടെ ആസൂത്രണത്തിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ശേഷമാണ് ഈ സ്വപ്നം യാഥാർത്ഥ്യമായത്. പ്രകൃതിദത്ത കുന്നുകളും പച്ചപ്പാർന്ന വനപ്രദേശങ്ങളും ഉയരം കൂടിയ മരങ്ങളും ഈ സ്ഥലത്തെ ഒരു വനയാത്രയുടെ അനുഭവമാക്കി മാറ്റുന്നു. പരമ്പരാഗത മൃഗശാലകളിൽ കാണുന്നത് പോലെ ചെറിയ കൂട്ടിലടച്ച മൃഗങ്ങളല്ല ഇവിടെ. മൃഗങ്ങൾക്ക് കഴിയുന്നത്ര സ്വാഭാവികമായ അന്തരീക്ഷം ഒരുക്കിയിട്ടുണ്ട്. വിശാലമായ ആവാസ കേന്ദ്രങ്ങളിലൂടെ അവ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന കാഴ്ച സന്ദർശകർക്ക് വ്യത്യസ്തമായ അനുഭവം സമ്മാനിക്കുന്നു. ഈ പാർക്കിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത 23 പ്രകൃതിദത്ത ആവാസ മേഖലകളാണ്. ഓരോ മൃഗത്തിൻ്റെയും സ്വഭാവത്തിനും ആവശ്യങ്ങൾക്കും അനുസരിച്ച് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മേഖലകൾ ജീവികളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഏറെ സഹായകമാണ്. ഇത് കേവലമൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, വന്യജീവി സംരക്ഷണത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും കേന്ദ്രം കൂടിയാണ്. വന്യജീവി ചികിത്സാ സൗകര്യങ്ങളും ഗവേഷണ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പരിക്കേറ്റതോ കാട്ടിലേക്ക് തിരിച്ചുവിടാൻ കഴിയാത്തതോ ആയ ജീവികൾക്ക് സുരക്ഷിതമായ അഭയകേന്ദ്രമായി ഇത് പ്രവർത്തിക്കുന്നു. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും പ്രകൃതിയെ അടുത്തറിയാനും വന്യജീവി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനുമുള്ള മികച്ച പഠന കേന്ദ്രം കൂടിയാണ് ഈ പാർക്ക്. ഓരോ സന്ദർശനവും അറിവും വിനോദവും ഒരുപോലെ പകരുന്ന അനുഭവമായി മാറുന്നു. പാർക്ക് വളരെ വിശാലമായതിനാൽ സന്ദർശകർക്ക് സഞ്ചരിക്കാൻ ഇലക്ട്രിക് ബസ്സുകളുടെ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓരോ മേഖലയും വിട്ടുപോകാതെ കാണുന്നതിന് സന്ദർശകർക്ക് ഇത് സഹായകമാവുന്നു. പക്ഷികൾക്കൊക്കെ സ്വതന്ത്രമായി പറന്നു നടക്കാനുള്ള സൗകര്യവും ഈ പാർക്കിലുണ്ട്. ഒരു മേഖലയിൽ നിന്ന് തൊട്ടടുത്ത മേഖലയിലേക്കുള്ള യാത്ര തന്നെ വേറിട്ടൊരനുഭവമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. നിശബ്ദമായി സഞ്ചരിക്കുന്ന ഇലക്ട്രിക് ബസ്സുകൾ വന്യജീവികൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. കോഴിക്കോട് സിറ്റി ഉപജില്ലയിലെ റിട്ടയർഡ് ഹെഡ് മാസ്റ്റേഴ്സ് ഗ്രൂപ്പിനൊപ്പം KSRTC ബഡ്ജറ്റ് ടൂറിൽ വന്നതാണ് ഞാൻ. ബസ് ഡ്രൈവറും കണ്ടക്ടറും സൂ അധികൃതരും ഞങ്ങളോട് നല്ല നിലയിൽ സഹകരിക്കുകയുണ്ടായി. ഈ പാർക്കിൽ വിവിധ ഇനം മാൻ വർഗ്ഗങ്ങൾ, കടുവകൾ, പുലികൾ, കരടികൾ, കുരങ്ങുകൾ, പക്ഷികൾ, ഉരഗങ്ങൾ തുടങ്ങി നിരവധി ജീവിവർഗ്ഗങ്ങളെ കാണാൻ കഴിയും. ഭാവിയിൽ ജിറാഫ് ഉൾപ്പെടെയുള്ള കൂടുതൽ വിദേശ ജീവികളെയും ഇവിടെ എത്തിക്കാനുള്ള പദ്ധതികളുണ്ട്. എല്ലാ ജീവികൾക്കും അനുയോജ്യമായ അളവിൽ അതാത് സമയങ്ങളിൽ അവരുടേതായ ഭക്ഷണങ്ങളും നൽകി വരുന്നുണ്ട്. നോക്കൂ, ആരാണ് ഇവിടെ വിഹരിക്കുന്നത്? നമ്മുടെ ദേശീയ മൃഗം കടുവയ്ക്ക് വേണ്ടി സൗകര്യമൊരുക്കിയിരിക്കുന്ന സ്ഥലമാണിത്.
അവർക്ക് വേണ്ടുവോളം ഓടിച്ചാടി നടക്കാനുള്ള സ്ഥലം ഈ പാർക്കിനകത്തുണ്ട്. കുറ്റമറ്റ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് നഗരമധ്യത്തിൽ തന്നെയായതിനാൽ ഇവിടെ എത്തിച്ചേരുന്നതിനും വളരെ എളുപ്പമാണ്. വേനൽ ചൂടിൻ്റെ തീക്ഷ്ണതയിൽ ഈ നട്ടുച്ച നേരത്തും ധാരാളം സന്ദർശകർ ഈ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നഗരത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് കുറച്ച് മണിക്കൂറുകൾ ചെലവഴിച്ച് പ്രകൃതിയുടെ വൈവിധ്യം ആസ്വദിക്കാവുന്ന ഒരു മികച്ച ഇടമാണിത്. രാവിലെയും വൈകുന്നേരവുമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഇടതുപക്ഷ സർക്കാരിൻ്റെ അഭിമാന നേട്ടങ്ങളിലൊന്നായ ഈ പാർക്ക് 2025 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും 2026 ഫെബ്രുവരി മുതൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. പുത്തൂരിലെ ഈ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂരിൻ്റെ ടൂറിസം ഭൂപടത്തിലൊരു പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളായ പീച്ചി, മറോട്ടിച്ചാൽ വെള്ളച്ചാട്ടം തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി ചേർന്ന് ഈ മേഖല കേരളത്തിലെ പ്രധാന ഇക്കോ ടൂറിസം ഹബ്ബായി മാറുകയാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുകയും വന്യജീവി സംരക്ഷണത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഈ പാർക്ക് കേരളത്തിൻ്റെ ഭാവി തലമുറകൾക്കുള്ള ഒരു വലിയ സമ്മാനമാണ്. വന്യജീവികളെ കാണുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ സന്ദർശനം. പ്രകൃതിയെ സംരക്ഷിക്കുകയും വരും തലമുറകൾക്കായി ജൈവവൈവിധ്യം നിലനിർത്തുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഓരോ സന്ദർശകനും ബോധ്യപ്പെടുന്ന തരത്തിലുള്ള രൂപകൽപ്പനയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ചരിത്രവും വിദ്യാഭ്യാസവും വിനോദവും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ച് ചേരുന്ന തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് കേരളത്തിലെ ശ്രദ്ധേയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണെന്ന് നിസ്സംശയം പറയാം. പ്രകൃതിയെയും വന്യജീവികളെയും സ്നേഹിക്കുന്ന ഏവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് തൃശ്ശൂരിലെ ഈ സുവോളജിക്കൽ പാർക്ക്. ഇടതുപക്ഷ സർക്കാരിൻ്റെ അഭിമാന നേട്ടങ്ങളിലൊന്നായ ഈ പാർക്ക് 2025 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും 2026 ഫെബ്രുവരി മുതൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ ടൂറിസം രംഗത്ത് പുതിയ ദിശാബോധം നൽകുന്ന പദ്ധതിയായാണ് ഈ പാർക്ക് വിലയിരുത്തപ്പെടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.